KPCC അധ്യക്ഷനായി കെ സുധാകരൻ തുടരും. ധാർമ്മികത കണക്കിലെടുത്താണ് പദവി ഒഴിയാമെന്ന് സന്നദ്ധത അറിയിച്ചത്. നേതൃത്വം തുടരാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും എന്നത് അടഞ്ഞ അധ്യായമാണ് എന്നും കെ സുധാകരൻ പറഞ്ഞു. മോൻസൺ മാവുങ്കൽ കേസിൽ കെ സുധാകരനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയെന്ന് സുധാകരൻ അനുകൂലികളുടെ ആരോപണം ശക്തമായി. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിന് നിൽക്കാൻ ഞാൻ തയ്യാറില്ല. മോൻസൺ മാവുങ്കൽ കേസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയത്. എന്നാൽ പാർട്ടി ഒന്നടങ്കം പിന്തുണ പ്രഖ്യാപിച്ചതോടെ മാറി നിൽക്കുമെന്നത് അടഞ്ഞ അധ്യായമെന്ന നിലപാടിലാണ് കെ സുധാകരൻ. ഞാൻ എന്റെ സന്നദ്ധത അറിയിച്ചു, ഞാൻ മാറി നിൽക്കുന്നു. പക്ഷേ നേതൃത്വം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു, ഹൈക്കമാൻഡ് അടക്കം ആവശ്യപ്പെടുന്നു, കണ്ടിന്യൂ ചെയ്യണം, നിർബന്ധമാണ്, ആവശ്യമില്ലാത്ത ചിന്തിക്കരുതെന്ന് പറയുന്നു. ഞാൻ അവരുടെ തീരുമാനത്തെ, അവരുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ അവസാനിച്ചു. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. പോക്സോ കേസിലെ പരാമർശത്തിൽ MV ഗോവിന്ദനെതിരെയും ദേശാഭിമാനിക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പേരിൽ കെ സുധാകരനെതിരെ കരുനീക്കം നടക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ വിലയിരുത്തൽ. തട്ടിപ്പ് കേസിൽ സുധാകരനെ കൊടുക്കാനുള്ള രഹസ്യ നീക്കമാണ് ഏതാനും കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ ഇപ്പോൾ നടക്കുന്നതെന്നും സുധാകരനോട് അടുത്തു നിൽക്കുന്നവർ പറയുന്നു. UDF-ലെ ഘടകകക്ഷികളെ കൂടി സുധാകരനെതിരെ തിരിക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടെന്നും കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്നതിൽ ബോധപൂർവമായ കാലതാമസം വരുത്തുകയാണെന്നും ഇത് സുധാകരനെതിരെ ലീഗിനുള്ളിൽ പ്രകോപനം ഉണ്ടാക്കാനാണെന്നുമാണ് ആക്ഷേപം. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലേക്ക്. രാഷ്ട്രീയ സാഹചര്യം ഹൈക്കമാൻഡ് നേതൃത്വത്തെ നേരിൽ കണ്ട് ബോധിപ്പിക്കും. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കേരളത്തിലെ സാഹചര്യം, പ്രത്യേകിച്ച് KPCCയുടെ അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടുന്ന പശ്ചാത്തലം, നേരത്തെ തന്നെ KC വേണുഗോപാൽ പൂർണ്ണ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു കെ സുധാകരന്. എങ്കിൽ പോലും ഈ വിഷയം എങ്ങനെ പാർട്ടിയെ ബാധിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ എപ്രകാരമായിരിക്കും നേതാക്കൾ ധരിപ്പിക്കുക? അതിലേക്ക് കെ സുധാകരനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ രാഷ്ട്രീയമായ പടയൊരുക്കത്തിന് ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തുവരുന്നതിന് പിന്നാലെയാണ് അടിയന്തരമായി KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നാളെ രാവിലെ ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കും. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിയുന്ന പഠനപ്പിണക്കങ്ങൾ, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതെല്ലാം ചർച്ചയിൽ വരും. അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം നേതാക്കൾ VD സതീശനും കെ സുധാകരനെതിരെ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളടക്കം ഹൈക്കമാൻഡ് നേതൃത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടിയന്തരമായി ഡൽഹിയിലേക്ക് എത്തുന്നതിനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ KPCC അധ്യക്ഷനും എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പാർട്ടി ദേശീയ നേതൃത്വം സുധാകരന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തും പ്രബല വിഭാഗം നേതാക്കൾ കെ സുധാകരന് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിനിടയിലും കെ സുധാകരനെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന ആക്ഷേപം അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്കുണ്ട്. തീർച്ചയായും അങ്ങനെയെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ ഉയരുകയോ അങ്ങനെ ഒരു നീക്കം നടത്തുകയോ ചെയ്യുന്നവർക്ക് തടയിടുക ഹൈക്കമാൻഡിലൂടെ, ദേശീയ നേതൃത്വത്തിലൂടെ എന്ന ലക്ഷ്യം കൂടി ഉണ്ടാകുമോ ഈ സന്ദർശനത്തിന്? അതിന് ചടുലമായ ഒരു നീക്കമാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കാരണം സമീപകാലത്തൊന്നും ഒരു ആരോപണം നേരിട്ടതിന് തൊട്ടു പിന്നാലെ ഒരു നേതാവും അല്ലെങ്കിൽ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരും തന്നെ താൻ രാജ്യസന്നദ്ധത അറിയിക്കുകയാണ്, അങ്ങനെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നാൽ മാറി നിൽക്കുമെന്നൊരു പ്രസ്താവന ഉടനെ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ വളരെ ബോധപൂർവം കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയിലൂടെ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളുടെ മുനയടിക്കാൻ പാർട്ടിക്കുള്ളിൽ ഒരു പരിധി വരെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. കാരണം വൈകാരികമായി അദ്ദേഹം നടത്തിയ പ്രതികരണത്തിന് നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് ദേശീയ നേതൃത്വ വിഷയത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്തായാലും അവിടെ തന്ത്രപൂർവമായ ഒരു വിധിയും കെ സുധാകരൻ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ തന്നെ അതിനകത്ത് സൂചിപ്പിച്ച പോലെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സമാനമായ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്തുന്നതിനുള്ള നീക്കം പാർട്ടി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.
കെ സുധാകരനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസുകാർ തന്നെയെന്ന് CPIM നേതാവ് AK ബാലൻ. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചനയും CPIMന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. വിളക്കിന് ഉള്ളിലാണ് ഇരുട്ടെന്ന് വൈകാതെ സുധാകരൻ തിരിച്ചറിയും. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് കെ സുധാകരനെതിരായ കേസെന്നും AK ബാലൻ പറഞ്ഞു. ഹൈക്കോടതി വിധിയെ തുടർന്ന് സർവീസ് തുടങ്ങാനിരുന്ന ബസ് ഉടമയെ മർദ്ദിച്ച് CPIM നേതാവ്. തിരുവാർപ്പിൽ CITU നേതാക്കൾ സമരം ചെയ്ത് തടഞ്ഞിട്ട ബസിന്റെ ഉടമ രാജ്മോഹനാണ് മർദ്ദനം ഏറ്റത്. തിരുവാർപ്പ് പഞ്ചായത്ത് അംഗവും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമായ അജയ് KRനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPIM ഭീഷണിയെ തുടർന്ന് തന്റെ മറ്റു ബസ്സിലെ ജീവനക്കാർ ജോലിക്ക് എത്തുന്നില്ല എന്ന് രാജ്മോഹൻ ആരോപിച്ചു. ബസിന് മുന്നിൽ കെട്ടിയിരുന്ന കൊടിയഴിക്കാനെത്തിയപ്പോഴാണ് രാജ്മോഹന് മർദ്ദനമേറ്റത്. വീട്ടിൽ കയറി തല്ലുമെന്ന ഭീഷണിയും വീഡിയോയിൽ കാണാം. പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് കൊടിയഴിച്ചതെന്ന് രാജ്മോഹൻ പറഞ്ഞു. പോലീസ് സംരക്ഷണം ഉറപ്പു നൽകിയിരുന്നതാണ്. CPM ഭീഷണിയെ തുടർന്ന് മറ്റ് ബസ്സിലെ ജീവനക്കാരും എത്തുന്നില്ലെന്ന് രാജ്മോഹൻ. ഞാൻ തിരിഞ്ഞു നിന്ന് ആ തോരണങ്ങൾ അഴിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ പുറകിൽ നിന്ന് വന്ന് അജയ് KR എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്, രാഷ്ട്രീയ ഗുണ്ട. ആ ഗുണ്ട വന്ന് എന്നെ പുറകിൽ നിന്ന് എൻ്റെ പെടലിയും മുഖവും കൂട്ടി അടിക്കുകയും എൻ്റെ മുക്കിൽ നിന്ന് ബ്ലഡ് വരികയും ഞാൻ താഴെ വീഴുകയും ചെയ്തു. എൻ്റെ മുഖത്തേറ്റ ഈ അടി, എൻ്റെ ഈ വലിച്ചു കീറിയ ബനിയൻ, ഇത് ഞാൻ കേരള ജനങ്ങൾക്ക് സമർപ്പിക്കുക. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യവും, ഇതാണ് ഇവിടുത്തെ നമ്പർ 1 കേരളം. DYFI മുൻ ജില്ലാ സെക്രട്ടറിയും തിരുവാർപ്പ് വാർഡംഗവുമായ അജയ് KR ആണ് രാജ്മോഹനെ മർദ്ദിച്ചത്. അജയ് KRനെ കസ്റ്റഡിയിലെടുക്കാത്തതിൽ പ്രതിഷേധിച്ച രാജ്മോഹന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ കുമരകം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് അജയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ബസ് ഉടമയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് CPM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ അജയ് K മേനോന്റെ പ്രതികരണം. ഇന്നീ പറഞ്ഞ് രാവിലെ ഇവിടെ കയ്യേറ്റം ഉണ്ടായെന്നുള്ള പറഞ്ഞ് ശുദ്ധ കളവാണ്. അങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടില്ല. ഹൈക്കോടതി വിധി അനുസരിച്ച് ഇവിടെ ബസ് ഓടിക്കുന്നതിന് CITU തടയുന്ന പ്രശ്നമില്ല. അവരുടെ തൊഴിലാളി ഉണ്ടെങ്കിൽ ആ തൊഴിലാളി വന്ന് ബസ് എടുത്തുകൊണ്ട് പോകുന്നതിന് പോലീസ് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. തൊഴിലാളികൾ സമരമാണ്. സമരം ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. അതേസമയം പുതിയ വെല്ലുവിളിയുമായി CPIM രംഗത്തെത്തി. ബസ്സിൽ യാത്രക്കാർ കയറണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. രാജ്മോഹന്റെ ഒരു ബസ്സിലും ജനങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നില്ല എന്നും അതിനുള്ള കാര്യങ്ങളാണ് CPIM ഇനി ചെയ്യുകയെന്നും CPIM കോട്ടയം സംസ്ഥാന കമ്മിറ്റി CPIM നേതാവ് K അനിൽകുമാർ വെല്ലുവിളിച്ചു. BJPയുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ദയനീയമായി പരാജയപ്പെട്ട മാന്യദേഹമാണ് ബസ് ഉടമ. അദ്ദേഹത്തിന് 4 ബസ്സുകളുണ്ട്. ആ ബസ്സിൽ 2 CITU ജീവനക്കാരാണുള്ളത്, മറ്റ് BMS ജീവനക്കാരാണുള്ളത്. BMSൽ അംഗങ്ങളായ ജീവനക്കാർ കൊടുക്കുന്ന ശമ്പളം CITUക്കാരായ 2 പേർക്ക് മാത്രം കൊടുക്കാതിരിക്കുക. അങ്ങനെ തന്റെ ബസ്സിലെ എല്ലാ ജീവനക്കാരും BMSകാരായി തീരണം എന്നൊരാൾ വാശി പിടിക്കുക. ആ 2 CITU തൊഴിലാളികളോട് വിവേചനപരമായി പെരുമാറുക. അവർക്ക് ജോലി കൊടുക്കത്തില്ല, അവർക്ക് ജോലി നിഷേധം നടപ്പാക്കുന്നു. ബസ്സിൽ ആളുകൾ യാത്ര ചെയ്യുമെന്നുള്ള തീരുമാനിക്കുന്ന ആരാണ്? ജനങ്ങളാണ്. ആ ജനങ്ങളെ ഞങ്ങൾ സമീപിക്കുകയാണ്. ജനങ്ങൾ യാത്ര ഒരു ബസ്സിലും, അദ്ദേഹത്തിന്റെ ഒരു ബസ്സിലും ജനങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ആണ് സമരരൂപം ഞങ്ങൾ തീരുമാനിച്ചത്. കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ മൊബൈൽ ഫോൺ തോട്ടിൽ കളഞ്ഞു എന്ന നിഖിലിന്റെ മൊഴി കളവെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. നിഖിൽ തോമസിനെ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കായംകുളം വലിയ മാർക്കറ്റിലെ വീട്ടിൽ എത്തിച്ചു. കേരള കലിംഗ സർവകലാശാലകളിലും സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തിയ എറണാകുളത്തെ ഓറിയോൺ എന്ന സ്ഥാപനത്തിലും തെളിവെടുപ്പ് ഉണ്ടാകും. കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ 2ാം പ്രതി അബിൻ C രാജിനു വേണ്ടി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇപ്പോൾ എവിടെയാക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്? ഇനി എവിടേക്കാണ് കൊണ്ടുപോവുക?
അഭിലാഷ, ഈ നിഖിൽ തോമസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിഖിൽ പറയുന്ന പല കാര്യങ്ങളും കളവാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. നിഖിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസിനോട് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഈ ദിവസങ്ങൾ 5 ദിവസങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് KSRTC ബസ്സിൽ യാത്ര നടത്തിയതായും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിലും കഴിഞ്ഞുവെന്നാണ് വാദം. അതേസമയം കഴിഞ്ഞ ദിവസം നിഖിൽ ഒളിവിൽ കഴിയാൻ സൗകര്യം ഒരുക്കി നൽകിയിരുന്ന വർക്കലുണ്ടായിരുന്ന 2 SFI പ്രവർത്തകരായ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തതോടുകൂടിയാണ് നിഖിൽ പിടിയിലാകുന്നത് പോലും. എന്നാൽ പക്ഷേ താൻ അത്തരത്തിൽ താമസിച്ചിരുന്നില്ല എന്നും ഒപ്പം ഇങ്ങനെ KSRTC ബസ്സുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെയാണ് കിടന്നിരുന്നതും ഒക്കെയുള്ള വിവരമാണ് ഇപ്പോൾ നിഖിൽ പോലീസിന് കൈമാറുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിഖിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ള മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ നിഖിൽ തോട്ടിലെറിഞ്ഞു എന്നാണ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ അത് തെറ്റാണെന്നുള്ളത് നിഗമനത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു. കാരണം ആ സമയത്ത് കായംകുളത്തെ ഈ കരിപ്പുഴ തോടിന്റെ ഭാഗം പരിശോധിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ നിഖിൽ പറയുന്ന സമയത്ത് നിഖിൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് തെരച്ചിലോ പരിശോധനയോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഇന്ന് കായംകുളം മാർക്കറ്റിലെ നിഖിലിന്റെ വീട്ടിലെത്തി വീടിനുള്ളിലെ മുറി പരിശോധിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് നിന്ന് മൊബൈൽ ഫോൺ ഒളിപ്പിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ അബിൻ സി രാജുമായി ബന്ധപ്പെട്ട്, അതായത് മുൻ SFI കായംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് അബിൻ സി രാജാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അബിൻ സി രാജുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വ്യാജ ഡിഗ്രി നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അബിൻ സി രാജിന് ആ റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അബിൻ സി രാജ് ഇത്തരത്തിൽ പലർക്കും സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. അബിൻ സി രാജിനെ മാലദ്വീപിൽ നിന്നും നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പോലീസ് ഇപ്പോൾ പുറപ്പെടുവിക്കും. ഇപ്പോൾ മാലദ്വീപിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് അബിൻ സി രാജ്. അബിൻ സി രാജിനെ തിരികെ കൊണ്ടുവരുന്നുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിഖിലിന്റെ ഫോണാണ്. നിഖിലിനുമായി ബന്ധപ്പെട്ട CPM നേതാക്കന്മാരടക്കം നിഖിലിന് സഹായം ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കോളേജ് മാനേജർ അടക്കം CPMന്റെ നോമിനിയായാണ് നിഖിൽ കോളേജിൽ എത്തിയതെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തെളിയിക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ വേണം. ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ് അന്വേഷണ സംഘം. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും. വ്യാജരേഖ കേസിൽ ഇന്ന് നീലേശ്വരം പോലീസ് സ്റ്റേഷനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് K വിദ്യ. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഹാജരാകാനാവില്ലെന്ന് ഇമെയിൽ വഴി പോലീസിനെ അറിയിക്കുകയായിരുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ ഹാജരാകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച ഹാജരാകാമെന്നും വിദ്യ അറിയിച്ചിട്ടുണ്ട്. KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇന്ന് ഹാജരായേക്കുമെന്ന സൂചനകളായിരുന്നു ലഭിച്ചത്. പക്ഷേ ശാരീരികമായ അവശതയെ തുടർന്ന് എത്തുന്നില്ല എന്ന് അറിയിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, ഇന്ന് വൈകിട്ടുള്ളിൽ നീലേശ്വരം പോലീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ശാരീരികാവസ്ഥ മോശമായതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ കഴിയില്ല. നാളെ വൈകിട്ട് വരെ ഹാജരാകാൻ കഴിയില്ല. അതുകൊണ്ട് ചൊവ്വാഴ്ച ഹാജരാകാമെന്നാണ് ഇപ്പോൾ ഇമെയിൽ വഴി നീലേശ്വരം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഈ കരിന്തളം ഗവൺമെന്റ് കോളേജ് കേസുമായി ബന്ധപ്പെട്ട് വിധിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ അധികം സമയം ചോദ്യം ചെയ്യേണ്ടി വരും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് സമ്മതിക്കുമ്പോഴും ഇതിന്റെ ഒറിജിനൽ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ അഗളി പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കാരണം ഇത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് വിദ്യ മൊഴി നൽകിയത്. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ശാരീരികാവസ്ഥ മോശമായതുകൊണ്ടാണ് ഇന്ന് ഹാജരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഹാജരാകും. ഈ വിദ്യയുടെ കേസിൽ ഈ കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം അഗളി കേസിനേക്കാളും ഗൗരവമേറിയതാണ്. കാരണം 1 വർഷം ഇവിടെ ജോലി ചെയ്തു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടത്താനുള്ളതുകൊണ്ട് മണിക്കൂറുകളോളം ഈ സമയം ചെലവഴിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ശാരീരികാവസ്ഥ മോശമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകാതിരുന്നത്. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അധിക വകുപ്പുകൾ ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം അധിക വകുപ്പുകൾ ചുമത്തുമെന്നാണ് നീലേശ്വരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് ഹോസ്റ്റർ കോടതിയിലാണ് ഹാജരാക്കുക. അതുമാത്രമല്ല കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട്
ഇത്തരത്തിൽ വേണമോ എന്ന കാര്യമൊക്കെ ഈ ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കും. അതിനുശേഷം തീരുമാനമെടുക്കുമെന്ന് നീലേശ്വരം പോലീസ് അറിയിക്കുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപത്താണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ കാലവർഷം ശക്തമായേക്കും. ഇന്നു മുതൽ അടുത്ത 4 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 27 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. സഭാ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ED ചോദ്യം ചെയ്യും. കർദിനാളിന് പുറമെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിനെയും ED ചോദ്യം ചെയ്യും. ജൂലൈ 10 ഹാജരാകാൻ ആണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. ED നോട്ടീസോടെ സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാട് കേസ് വീണ്ടും സജീവമാകുകയാണ്. ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ നോട്ടീസ് നൽകിയിരുന്നവരാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഇരുവരും അതിൽ സാവകാശം നേടിയിരുന്നു. പിന്നീടാണ് ED ജൂലൈ 10 ഇരുവരോടും വീണ്ടും ഹാജരാകാനായിട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മറ്റ് 3 പേർക്ക് കൂടി ED കേസുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു. അത് ഈ സഭാഭൂമി ഇടപാട് നടക്കുന്ന കാലഘട്ടത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ റോമിത്തനോടും അതോടൊപ്പം സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രൊക്യുറേറ്റർ ഫാദർ പോൾ മാടശ്ശേരിയോടും ഒപ്പം തന്നെ ചാൻസലർ ഫാദർ മാർട്ടിൻ കല്ലിങ്കലിനുമാണ് നോട്ടീസ് നൽകിയിരുന്നത്. ഇതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റെയും അതോടൊപ്പം തന്നെ പ്രൊക്യുറേറ്ററിൻ്റെയും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. പ്രൊക്യുറേറ്ററോട് വീണ്ടും തിങ്കളാഴ്ച വരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായിട്ടാണ് ED സംശയിക്കപ്പെടുന്നത്. ED സ്വമേധയാ ഇതിൽ കേസെടുക്കുകയായിരുന്നു. നേരത്തെ ഇതിൽ പരാതിക്കാരനായ പാപ്പച്ചനാത്തപ്പള്ളി ഇതിൽ കോടതിയിലടക്കം പരാതി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പരാതിക്കാരിൽ നിന്നടക്കം നേരത്തെയും ED മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിൽ സഭാഭൂമി ഇടപാടിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാട് കൂടുതലായി നടന്നിട്ടുണ്ട് എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഇത് ഇവർക്കെല്ലാം സഭയുടെ ഉന്നത നേതൃത്വത്തിൻ്റെ എല്ലാം തന്നെ അറിവോടുകൂടിയായിരുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ വീടുകളിൽ ED റെയ്ഡ് നടത്തി. ലക്ഷദ്വീപ്, കോഴിക്കോട് എന്നിവിടങ്ങളിലെ വസതികളിലും ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലുമായിരുന്നു റെയ്ഡ്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു റെയ്ഡ്. 4 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ലക്ഷദ്വീപിലെ മുഹമ്മദ് ഫൈസലിന്റെ വീട്, ഡൽഹിയിലെ ഔദ്യോഗിക വസതി, കോഴിക്കോട്ടെ വസതി, ഒപ്പം കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്, ഈ ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ശ്രീലങ്കയിലേക്ക് ലക്ഷദ്വീപിൽ നിന്ന് മീൻ കയറ്റി അയച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം CBI ഒരു കേസെടുത്തിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സംഭവത്തിൽ ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നിരിക്കുന്നത്. മുഹമ്മദ് ഫൈസലിന്റെ വീട്ടിലും മറ്റ് ബന്ധുവീടുകളിലുമാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ കോടതിയെ ധരിപ്പിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പശ്ചിമബംഗാളിൽ ചരക്ക് തീവണ്ടികൾ കൂട്ടിയിടിച്ചു. പുലർച്ചെ 4 മണിയോടെ ബാങ്കുറയിലെ ഓണ്ട സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. 12 ബോഗികൾ പാളം തെറ്റി. നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിക്ക് പിന്നിൽ മറ്റൊരു ചരക്ക് തീവണ്ടി ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ആദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒരു ദിവസം മുഴുവൻ റഷ്യൻ ഭരണകേന്ദ്രത്തെ മുൾമുനയിൽ നിർത്തിയ കൂലിപ്പട്ടാളത്തിന്റെ പടനീക്കം ഉപേക്ഷിച്ചു. ബെലാറസ് പ്രസിഡന്റ് കൂലിപ്പട്ടാളമായ വാഗ്നർ സംഘത്തലവൻ യെവ്ഗനി പ്രിഗോഷിനുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കൂലിപ്പട്ടാളം പിന്മാറിയത്. പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്ത വാഗ്നർ സംഘാംഗങ്ങൾ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകും. പ്രിഗോഷിൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഒരു നടപടികളും സ്വീകരിക്കില്ല തുടങ്ങിയ ഉപാധികളിലാണ് മോസ്കോയിലേക്കുള്ള പടനീക്കം വാഗ്നർ ഗ്രൂപ്പ് ഉപേക്ഷിച്ചത്. യെവ്ഗനി പ്രിഗോഷിൻ ബെലൂറുസിലേക്ക്
പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ നിയന്ത്രണത്തിലാക്കിയ റഷ്യയുടെ തെക്കൻ പ്രദേശം റസ്തോവിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ആകാശത്തേക്ക് വെടിയുതിർത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് വാഗ്നർ സംഘാംഗങ്ങൾ റസ്തോവ് വിട്ടത്. നാട്ടുകാരിൽ പലരും വാഗ്നർ കൂലിപ്പട്ടാളത്തെ യാത്രയാക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മോദി ഈജിപ്തിൽ തുടരുന്നത്. കെയ്റോയിൽ ഇറങ്ങിയ മോദിയെ ഈജിപ്ത് പ്രധാനമന്ത്രി മുസ്തഫെ മൊദ്ബലി സ്വീകരിച്ചു. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. പ്രധാനമന്ത്രി മദ്ബോലിയുമായി ചർച്ച നടത്തി. ഈജിപ്തിലെ ഇന്ത്യൻ പൗരന്മാരുമായും പ്രധാനമന്ത്രി സംവദിച്ചു. പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെയാണ് മോദി ഈജിപ്തിൽ എത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് സമാന്തര കോൺഗ്രസ് കൂട്ടായ്മയുമായി പത്തനംതിട്ട മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്, ജില്ലയിലെ മുതിർന്ന നേതാവായ PJ കുര്യൻ, ആന്റോ ആന്റണി MP, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ എന്നീ നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതകൾക്ക് എതിരെയാണ് പാർട്ടിയിൽ നിന്നും പുറത്തായവരുടെ നേതൃത്വത്തിൽ സമാന്തര കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് എന്ന് ബാബു ജോർജ് പറഞ്ഞു. ഗ്രൂപ്പ് പോരും പടലപ്പിണക്കങ്ങളും പത്തനംതിട്ട കോൺഗ്രസിനെ എന്നും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെയും രാജിവെച്ചവരുടെയും നേതൃത്വത്തിലാണ് സമാന്തര കോൺഗ്രസ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. പാർട്ടിയിൽ നിന്നും രാജിവെച്ച മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ. അങ്ങനെ കോൺഗ്രസിൽ ഒരു നവീകരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരും പുറത്താക്കപ്പെട്ടവരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരും നേതൃത്വത്തിന് അതൃപ്തിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ജൂലൈ 4-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന കൂട്ടായ്മയിൽ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും അസംതൃപ്തർ കൂട്ടായ്മയുടെ ഭാഗമാകുമെന്നാണ് അവകാശവാദം. കോൺഗ്രസിന്റെ നവീകരണത്തിനായി പ്രവർത്തിക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നാണ് വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. LDFും UDFും തമ്മിൽ വ്യാജ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർക്കെതിരെ നിരവധി അഴിമതി കേസുകൾ വന്നു. ഒന്നിൽ പോലും നടപടിയുണ്ടായില്ല. പുനർജനി തട്ടിപ്പിൽ VD സതീശനെതിരായും ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ അഴിമതി കേസുകളും പിണറായി വിജയൻ സർക്കാർ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി അതിശക്തമായുള്ള തെളിവുകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പുനർജനി തട്ടിപ്പ് സർക്കാരിൻ്റെ കയ്യിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. ഈ മോൺസൺ കേസ് തന്നെ സുധാകരൻ്റെ ഡ്രൈവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വ്യാജ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. UDF നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരഴിമതി കേസും കേരളത്തിൽ ഇന്നേ വരെ തെളിഞ്ഞിട്ടില്ല. ആകെ R. ബാലകൃഷ്ണപിള്ള കുറച്ചു കാലം ജയിലിൽ കിടന്നതൊഴിച്ചാൽ കേരളത്തിലെ എല്ലാ അഴിമതികളും UDFും LDFും തമ്മിൽ ഒത്തുതീർപ്പാക്കുന്ന ചരിത്രമാണുള്ളത്. മോൺസൺ കേസിൻ്റെയും ഗതി അങ്ങനെ തന്നെ ആവും. സുധാകരന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ സർക്കാർ UDFിൻ്റെ എല്ലാ അഴിമതി കേസുകളും അത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്ത് പച്ചക്കറി വില വർധനവിൽ കാഴ്ചക്കാരായി സർക്കാർ. പൊതുവിപണിയിൽ വില കുതിച്ചുയരുമ്പോൾ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഹോർട്ടികോർപ്പിലും പച്ചക്കറി വിലയിൽ വലിയ വ്യത്യാസമില്ല. വിപണിയിലെ പൊള്ളുന്ന വില കേട്ട് പച്ചക്കറി വാങ്ങാൻ ഹോർട്ടികോർപ്പിലെത്തിയാൽ അവിടെയും ആശ്വാസമില്ല. വിലക്കയറ്റം എന്ന വില്ലൻ ഹോർട്ടികോർപ്പിനെയും കീഴടക്കി കഴിഞ്ഞു. ഹോർട്ടികോർപ്പിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ പൊതുവിപണി വിലയോ അതിൽ കൂടുതലോ നൽകണം. 60 രൂപ വില വരുന്ന തക്കാളിക്ക് ഹോർട്ടികോർപ്പിൽ വില 62, ഇഞ്ചി വില 175, ബീൻസ് 112, ക്യാരറ്റ് 89, പയർ 82, വെണ്ടയ്ക്ക 42, പച്ചമുളക് 114, ബീട്രൂട്ട് 54 എന്നിങ്ങനെയാണ് ഹോർട്ടികോർപ്പിലെ വിലവിവര പട്ടിക. ഇവിടെ വില കൂടുതലാണ്, ചാലയും കാട്ടി വില കൂടുതലാണ്. നല്ല സാധനം കിട്ടുന്നുമില്ല. പിന്നെ ഇവരുടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ നേരെ നാട്ടുകാർ കൊടുക്കുന്നുമില്ല. ഇവിടെ ഒരു ആൾക്കാർ വന്ന് സാധനം വാങ്ങിക്കാൻ ഒക്കില്ല. നല്ല സാധനം ഒന്നും കിട്ടൂല. എല്ലാം വില കൂടുതലാണ്. രാവിലെ കൊണ്ടുവന്ന് കുറേ സാധനം കൊണ്ടിറക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കുറേ അഴിവൽ വാരി കയറ്റിക്കൊണ്ടൊക്കെ പോകും. നേരെ ആർക്കും സാധനം കൊടുക്കുന്നില്ല. നല്ല സാധനം ഒന്നും കിട്ടുന്നുമില്ല.
വില പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ജനത്തിനുള്ളത്. ഓരോ ദിവസവും പച്ചക്കറി വില 10 മടങ്ങ് വർദ്ധിക്കുമ്പോൾ ജനം വലിയ ആശങ്കയിലാണ്, അമർഷത്തിലും. പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനും പച്ചക്കറി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഹോർട്ടികോർപ്പിനും കഴിയുന്നില്ല. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. പത്തനംതിട്ട റാന്നിയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. റാന്നി ബ്ലോക്ക് പടി സ്വദേശി അരുൺ സത്യനാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് പുള്ളിക്കാട്ടിൽപ്പടി സ്വദേശി രജിതമോളെ അരുൺ കൊലപ്പെടുത്തിയത്. നാടിനെ ആകെ നടുക്കിയ കൊലപാതകത്തിനാണ് റാന്നി കീക്കൊഴൂർ സാക്ഷിയായത്. ഇന്നലെ രാത്രി 8:30-ക്കാണ് നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ അതുൽ സത്യൻ കൂടെ താമസിച്ചിരുന്ന കീക്കൊഴൂർ പുള്ളിക്കാട്ടിൽപ്പടി സ്വദേശിയായ രജിതമോളെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. തടയാൻ ശ്രമിച്ച യുവതിയുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും വെട്ടേറ്റു. റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രജിത മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രജിതയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രജിതമോളും അതുൽ സത്യനും നിയമപരമായി വിവാഹിതരായിരുന്നില്ല. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ അതുൽ സത്യനെ തട്ടേക്കാട് വെച്ചാണ് പിടികൂടിയത്. അതുൽ സത്യൻ 3 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്ത് വീടുകളിൽ പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് ഡ്രൈ ഡേ നടക്കുകയാണ്. കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ ഓഫീസുകളിൽ ശുചീകരണം നടത്തിയിരുന്നു. അതേസമയം സംസ്ഥാനത്ത് പകർച്ചപ്പനിക്ക് ശമനമില്ല. ഇന്നലെയും 13,000-ലേറെ പേർക്ക് പനി ബാധിച്ചു. 13,257 പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. 62 പേർക്ക് ഡെങ്കിപ്പനിയും 9 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ഒരാൾ വീതം മരിച്ചു. സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് ഈ മാസം മരണത്തിന് കീഴടങ്ങിയവരുടെ എണ്ണം 44 ഉയർന്നു. താരസംഘടനയായ അമ്മയുടെ 29ാമത് വാർഷിക ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ തുടരുകയാണ്. അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ എല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുതായി അംഗത്വം നൽകിയ 15ഓളം പേര് യോഗത്തിനെത്തിയിട്ടുണ്ട്. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷെയ്ൻ നിഗം എന്നിവരുടെ അംഗത്വ അപേക്ഷ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം യോഗത്തിൽ അറിയിക്കും. സിനിമാ താരങ്ങളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാതികൾ ഉയരുന്ന സാഹചര്യവും യോഗം ചർച്ച ചെയ്യും. വിവാദപരമായ പല വിഷയങ്ങൾക്കും ഒപ്പം സംഘടനയുടെ മുന്നോട്ടു പോക്കിൽ സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിന്റെ അജണ്ടയാണ്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് 2ാമത്തെ കടുവയെ എത്തിച്ചു. നെയ്യാർ പുനരധിവാസ കേന്ദ്രത്തിലെ ദുർഗ എന്ന കടുവയെയാണ് എത്തിച്ചത്. 12 വയസ്സുള്ള കടുവയെ വയനാട്ടിലെ ചിതലിയത്ത് നിന്നാണ് 2017 പിടികൂടിയത്. സുവോളജിക്കൽ പാർക്കിൽ 2 മാസം മുമ്പ് വൈഗ എന്ന കടുവയെ എത്തിച്ചിരുന്നു. ഇടുക്കി പീരുമേട്ടിലെ CPIM പ്രവർത്തകർക്കെതിരെ ഒരു കുടുംബം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പരാതി. ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച് പോകാത്തതിന്റെ പേരിൽ CPIM DYFI പ്രവർത്തകർ ആക്രമിച്ചുവെന്നും ഓട്ടോറിക്ഷ തകർത്തു എന്നുമാണ് പുല്ലുകാലായി സ്വദേശി ശ്രീജിത്തിന്റെയും കുടുംബത്തിന്റെയും പരാതി. CPIM ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്തു. ഏതാനും ദിവസം മുമ്പ് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്തിനെ കാക്കത്രം മേഖലയിലേക്ക് ഓട്ടം വിളിച്ചിരുന്നു. റോഡ് മോശമായതിനാൽ വരാനാവില്ലെന്നറിയിച്ചതോടെ വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. വിഷയം പറഞ്ഞു തീർക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തിയ ശേഷം DYFI CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ശ്രീജിത്തിന്റെ പരാതി. പ്രായപൂർത്തിയാകാത്ത അനുജന്മാരെയും ആക്രമിച്ചെന്നും ആശുപത്രിയിലെത്തി ഭീഷണി മുഴക്കിയെന്നും ശ്രീജിത്ത് പറയുന്നു. പ്രസിഡന്റ് പ്ലാക്കത്തരത്തോട്ട് ഓട്ടം വിളിച്ച് ഞങ്ങളത് പോകാൻ പറ്റിയില്ല. എനിക്ക് വണ്ടിയുടെ കണ്ടീഷനെല്ലാം മോശമായിരുന്നു. പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് കുറേ ആൾക്കാരെയും വിളിച്ച് എന്നെ വണ്ടിക്കകത്തിട്ടടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കോംപ്രമൈസിന് പോകാൻ നേരത്ത് അവിടുന്ന് അടിയുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് കഴിഞ്ഞ മാസം എൻ്റെ
അനിയൻ വന്നായിരുന്നു. അനിയനോട് ടൗണിലോട്ട് ഇറങ്ങില്ലെന്ന് പറഞ്ഞ് 2-3 പേര് വന്ന് ബഹളം ഉണ്ടാക്കി. പിന്നെ അവരുടെ പുറകെ 10-15 പേര് പാർട്ടിക്കാർ കുറേ പേര് വന്ന് ഞങ്ങളെ എല്ലാവരെയും അടിച്ചു. സ്ത്രീകളടക്കമുള്ളവരോട് അപമര്യാദയായി പെരുമാറിയെന്നും പീരുമേട് പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നുമാണ് ആരോപണം. അതേസമയം പൊതുസ്ഥലത്ത് മദ്യപിച്ചത് ചോദ്യം ചെയ്ത SFI പ്രവർത്തകൻ അർജുൻ കൃഷ്ണയെ യുവാക്കൾ തലക്കടിച്ച് പെരുക്കേൽപ്പിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. അർജുനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും CPM പറയുന്നു. പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടത്. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. കാസർകോട്ടെ കടലോര മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചിത്താരിക്കടപ്പുറത്ത് 300ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും സംരക്ഷണ ഭിത്തിയില്ലാത്തതാണ് തീരവാസികളെ ഭീതിയിലാഴ്ത്തുന്നത്. ഉപ്പള, മുസോടി, ഷിറിയ, കോയിപ്പാടി, മൊഗ്രാനാങ്കി, ചേരങ്കൈ, നെല്ലിക്കുന്ന്, കസബ, തൃക്കണ്ണാട്, ചിത്താരിക്കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് വീടുകൾക്ക് ഭീഷണിയാകുന്നു. നിരവധി തെങ്ങുകളാണ് കടലാക്രമണത്തിൽ കടപുഴകി വീണത്. 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ചിത്താരിക്കടപ്പുറത്ത് പല വീടുകളും കടലെടുത്തു കഴിഞ്ഞു. 2.5 കിലോമീറ്റർ നീളത്തിൽ കടലിനും പുഴയ്ക്കുമിടയിലാണ് ചിത്താരിക്കടപ്പുറം. നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. പ്രശ്നപരിഹാരത്തിനായി അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏകദേശം 300 കുടുംബങ്ങളോട് താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. കാരണം വെച്ചാൽ വർഷം തോറും ഇങ്ങനെ കാലവർഷം, ഇത് ആകെ 3 ദിവസമേ ആയിട്ടുള്ളൂ. 3 ദിവസത്തേക്ക് ഇത്ര കരയെടുത്തു. ഏകദേശം സാധാരണ വർഷം പോലെ ആ സ്ഥിതി വരികയാണെങ്കിൽ ഏകദേശം ഈ ഫുള്ള് വീടും മാറി താമസിക്കേണ്ടി വരും. എല്ലാ വീടും പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അഴീക്കൽ കടപ്പുറം ഭാഗത്ത് കടലിനും പുഴയ്ക്കുമിടയിൽ വെറും 50 മീറ്റർ മാത്രമാണ് ഇപ്പോൾ കരയുള്ളത്. കടലേറ്റം തടയാൻ നടപടിയുണ്ടായില്ലെങ്കിൽ കാലവർഷം കനക്കുന്നതോടെ വീടുകളെല്ലാം കടലെടുക്കുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മെഗാ തിരുവാതിര അരങ്ങേറി. തിരുവാതിര നർത്തകിയും അധ്യാപികയും ആയിരുന്ന മാലതി ജി മേനോന്റെ സ്മരണാർത്ഥമാണ് ശിഷ്യർ മെഗാ തിരുവാതിര അവതരിപ്പിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 380ഓളം പേരാണ് മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് തിരുവാതിര അരങ്ങേറിയത്. തിരുവാതിര നാട്യറാണി എന്നറിയപ്പെടുന്ന മാലതി ടീച്ചർ 300 കലാകാരികളെ പങ്കെടുപ്പിച്ച് 2012 കൊച്ചിയിലും 3000-ലധികം കലാകാരികളെ അണിനിരത്തി 2013 എറണാകുളം ദർബാർ ഹാളിലും തിരുവാതിര നടത്തി പ്രശസ്തി നേടിയിരുന്നു. 2015 പനമ്പള്ളി നഗറിൽ സംഘടിപ്പിച്ച മെഗാ പിന്നൽ തിരുവാതിരയിലൂടെ മാലതി ടീച്ചർ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. 2018 7000 പേരെ പങ്കെടുപ്പിച്ച് കിഴക്കമ്പലത്ത് നടന്ന മെഗാ തിരുവാതിരയിലൂടെ ഗിന്നസ് ബുക്കിലും ഇടം നേടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണാർപ്പണം എന്ന പേരിൽ മെഗാ തിരുവാതിര നടത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും 2020 ടീച്ചർ അന്തരിച്ചു. ടീച്ചറോടുള്ള ആദരവായാണ് ശിഷ്യകൾ ചേർന്ന് മെഗാ തിരുവാതിരയിലൂടെ ഗുരുനാഥയുടെ ആഗ്രഹം ഇന്ന് സഫലീകരിക്കുന്നത്. ഞങ്ങളുടെ തിരുവാതിര ടീച്ചർ, തിരുവാതിര നാട്യറാണി, അന്തരിച്ച ശ്രീമതി മാലതി ജി മേനോന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മരണാഞ്ജലി പോലെ നടത്തുന്ന ഒരു മെഗാ തിരുവാതിര പ്രോഗ്രാമാണിത്. കൃഷ്ണാർപ്പണം എന്നാണ് പേര്. ഏതാണ്ട് 400ഓളം കലാകാരികൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ സാധിച്ചതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. 350ഓളം പേർ പങ്കെടുത്ത തിരുവാതിര ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് നവ്യാനുഭവമായി. അരമണിക്കൂർ നേരമാണ് തിരുവാതിര അവതരിപ്പിച്ചത്. ന്യൂസ് 18 ഗുരുവായൂർ. സമുദ്രനിരപ്പിൽ നിന്ന് 800 അടിയോളം ഉയരം, പൊന്മുടിയുടെ സാമീപ്യം, പ്രകൃതി ഭംഗി കൊണ്ട് ഹൃദയം കവരുകയാണ് ചുറ്റിപ്പാറ. സാമൂഹിക മാധ്യമങ്ങളിലെ റീലുകളും സ്റ്റാറ്റസുകളിലും വൈറൽ സാന്നിധ്യവുമാണ് തലസ്ഥാന നഗരത്തിലെ ഈ മനോഹര ഭൂമിക. അധികമാരും അറിയാത്ത ഒരു മനോഹരമായ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, തൊളിക്കോടിനടുത്ത് ചിറ്റിപ്പാറ.
കുറച്ച് സാഹസികത കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഇടം. നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയാണ് ചിറ്റിപ്പാറ. വീശിയടിക്കുന്ന തണുത്ത കാറ്റും നേരിയ കുളിരും മനസ്സും ശരീരവും കുളിർപ്പിക്കും. ഇവിടെ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകളും അതിമനോഹരം. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അങ്ങനെ അധികം അറിയില്ല, അധികം ആൾക്കാർ കുറച്ച് പേരും കൂടെ വരുന്നുണ്ട്. റീൽസ് ഒക്കെ കണ്ട ആൾക്കാർ ഈ സ്ഥലം തിരക്കി പിടിച്ച് വരുന്നുണ്ട്. തിരക്കൊന്നും ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ വന്നിരിക്കാൻ പറ്റും. ഭയങ്കര കണ്ടന്റ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നവരാണ് അധികവും. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്വാഭാവിക വിനോദസഞ്ചാര കേന്ദ്രം. ചിറ്റിപ്പാറയിൽ നിന്നാൽ തിരുവനന്തപുരം നഗരം മുഴുവനായി കാണാനാകും. പക്ഷേ ടൂറിസം വകുപ്പ് ഈ മനോഹര ഭൂപ്രദേശത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. പേരിന് പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ല. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയാൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ചിറ്റിപ്പാറ വേഗം മാറും. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. പിന്നെ എന്ത് പറയാനായിട്ട്, നമുക്ക് പെട്ടെന്ന്, അതായത് വലിയ ചിലവൊന്നുമില്ലാതെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അറിയപ്പെടാത്ത ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്, പക്ഷെ അത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. വരണം. അതിന് ഒരു പൊതു ടൂറിസം എന്ന രീതിയിൽ അതിനെ കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ചിറ്റിപ്പാറയുടെ മുകളിലെത്തിയാൽ അങ്ങ് ദൂരെ അഗസ്ത്യ മലനിരകളും പൊന്മുടിക്കുന്നും അവിടുത്തെ കോടയും മഞ്ഞും പിന്നെ ഈ കാറ്റും അതിമനോഹരം. ഹരികൃഷ്ണനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ദിലീപ് റാഫി ചിത്രമായ വോയിസ് ഓഫ് സത്യനാഥന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. മമ്മൂട്ടിയാണ് ട്രെയിലർ പുറത്തിറക്കിയത്. കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പ്രൊമോഷൻ ചടങ്ങിലാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ജൂലൈ 14-നാണ് ചിത്രം തിയേറ്ററിൽ. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ പറഞ്ഞ നടപടിത്തേ ഉള്ളൂ. ദൈവാനുഗ്രഹം കാര്യമായിട്ടൊന്നും പറ്റില്ലല്ല. ബോംബുണ്ടാക്കാൻ അറിയാം അല്ലേ? ഒരു കരിമരുന്ന് പ്രയോഗം അന്നതിലറിയാണ്ട് വിട്ടുപോയതാ. പിന്നീട് എന്നെ അതിനെ ഒഴിവാക്കി. ഇവിടെ ചാവണോ കൊള്ളണോ എന്നെ തീരുമാനിക്കേണ്ടത് നീയാണ്. പോലീസുകാരൻ വയർ വെച്ചിരിക്കണം ഇല്ല, ഉണക്ക് എപ്പടി തരും? നിന്റെ ആൾക്കാർ എത്ര പേര് പുറത്തുണ്ട്? ഒഴിഞ്ഞു മാറലും ഒളിച്ചോട്ടു ഇതെന്നെ ഇത്രയും കാലം ചെയ്തോണ്ടിരുന്നു.
സ്പൈയുടെ ട്രെയിലർ യൂട്യൂബിൽ വൈറലാകുന്നു. റിലീസ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ വൻ പിന്നണി ഗാനരംഗത്തെ അരങ്ങേറ്റം ഗംഭീരമാക്കി കുഞ്ചാക്കോ ബോബൻ. പത്മിനി എന്ന ചിത്രത്തിനായാണ് കുഞ്ചാക്കോ ബോബൻ ഗാനം ആലപിച്ചത്. ലവ് യു മുത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് കുഞ്ചാക്കോ ബോബൻ ആലപിച്ചത്. വിദ്യാധരൻ മാസ്റ്റർക്ക് ഒപ്പം ചേർന്നാണ് കുഞ്ചാക്കോ ബോബൻ ഗാനം ആലപിച്ചിട്ടുള്ളത്. പേരല്ലേ പാലല്ലേ കൽക്കണ്ടമല്ലേ വീഴല്ലേ മാറല്ലേ കണ്ണാടിക്കില്ലേ മേലെ മാനത്തെ മാരിവല്ലേ ഉള്ളിൽ പോയിട്ട കുട്ടിമുല്ലേ നല്ല മിന്നണ വൈരക്കല്ലേ എന്റെ കൈവിട്ട് പോയിടല്ലേ കാമിനി നീ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ കൊടും കൂരിരുളിൽ ഞാൻ ചുറ്റിപ്പോയില്ലേ ലവ് യു മുത്തേ ലവ് യു നീ എന്ത് പറഞ്ഞാലും ലവ് യു വീണ്ടും വീണ്ടും ലവ് യു എന്നെ വട്ടു പിടിപ്പിക്കും ലവ് യു ലവ് യു മുത്തേ ലവ് യു നീ എന്ത് പറഞ്ഞാലും ലവ് യു വീണ്ടും വീണ്ടും ലവ് യു എന്നെ വട്ടു പിടിപ്പിക്കും ലവ് യു തേനല്ലേ പാലല്ലേ കൽക്കണ്ടമല്ലേ വീഴല്ലേ മാറല്ലേ കണ്ണാടിച്ചില്ലേ. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5415 രൂപ, പവൻ 43,320, വെള്ളി ഗ്രാം 76, കിലോ 76,000, പ്ലാറ്റിനം ഗ്രാമിന് 3365 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവർത്തമാനവുമായി കിരൺ ബാബു ചേരും. നമസ്കാരം.